ഹലോ ഓൾ, എല്ലാവരും ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടി അതിഗംഭീരമായിട്ട് പഠനവിധ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, ഇത്തവണത്തെ ഓണം എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്കൂൾ ബേസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കാം, അതുമല്ലെങ്കിൽ ചിലപ്പോൾ ജില്ലാടിസ്ഥാനത്തിൽ ചോദ്യ പേപ്പർ ആയിരിക്കും. ഒരിക്കലും ഒരു സെൻട്രലൈസ് എക്സാമിന്, ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാമിനേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിരിക്കില്ല. അതായത് നിങ്ങൾ SLC എഴുതിയ പോലെ തന്നെ ഓൾ കേരളയിൽ ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എന്താണ് ഇത്തവണ +1 ഉണ്ടാവുകയില്ല. സ്കൂളിൽ നിങ്ങൾ അധ്യാപകരുടെ ചോദ്യ പേപ്പറായിരിക്കും നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി പോവുക. സോ എല്ലാ മക്കളും ഏറ്റവും ഗംഭീരമായിട്ട് പഠനം ആരംഭിക്കേണ്ട ഒരു നിമിഷമാണിത് ഈ പറയുന്നത്. സോ എന്തുകൊണ്ടാണ് ഓണപ്പരീക്ഷയ്ക്ക് പഠിക്കണമെന്ന് പറയുന്നത്? അതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. കാരണം ഒരുപാട് സമയം ബാക്കിയുണ്ട്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഓഗസ്റ്റ് മാസമായിട്ടുള്ളൂ. ഓഗസ്റ്റ് മാസം 18-ാം തീയതി നമ്മുടെ എക്സാം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. 18-ന് ശേഷം ഒരുപാട് മാസങ്ങൾ ബാക്കിയുണ്ടല്ലോ നമ്മുടെ മെയിൻ എക്സാമിന് വേണ്ടി. ഒരു വലിയ ചോദ്യം നിങ്ങളുടെ മുമ്പിലുണ്ടാകും. ആ ഒരു ചോദ്യം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ഏകദേശം നമുക്കിനി 7 മാസമുണ്ട് മെയിൻ എക്സാമിന് വേണ്ടി. പക്ഷേ 7 മാസമാണ് മെയിൻ എക്സാമിനെങ്കിലും നമ്മൾ നേരിടാൻ വേണ്ടി പോകുന്ന ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം എത്രയാണെന്നാണ് ആദ്യ ചോദ്യം. SLC പഠിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് 11th നിൽക്കുമ്പോൾ ഒരിക്കലും ഒരു ചാപ്റ്റർ അത്ര വലിയ ഈസി അല്ല. അത് പഠിക്കാൻ വേണ്ടിയുണ്ട്. ഒരുപാട് ഗ്രാവിറ്റി നമുക്ക് എന്താണ് ഓരോ ചാപ്റ്ററിനും വരുന്നുണ്ടെന്ന് ഈ നിമിഷം നിങ്ങൾ മനസ്സിലായി കാണും. അത് ഫിസിക്സ് ആയിക്കോട്ടെ, അത് കെമിസ്ട്രി ആയിക്കോട്ടെ, അത് മാത്സ് ആയിക്കോട്ടെ, അത് ബയോളജി ആയിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ ഒരുപാട് പഠിക്കാൻ വേണ്ടിയുണ്ട് നിങ്ങൾക്ക് ഈ നിമിഷം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു 7 മാസം കൊണ്ട് കംപ്ലീറ്റ് സിലബസ് പഠിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന് പുറമെ ഞാൻ കുറച്ച് ഡേറ്റ്സ് പറയാം. ഓണപ്പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്ന സമയം ഓഗസ്റ്റ് 18 പറഞ്ഞു കഴിഞ്ഞു. ഇനി സെക്കൻഡ് ടൈം എക്സാം ഉണ്ട്. സെക്കൻഡ് ടൈം എക്സാമിന് നമുക്ക് നടക്കാൻ വേണ്ടി പോകുന്ന സമയം നോക്കുമ്പോൾ അത് ഡിസംബർ 2nd വീക്ക് ആയിരിക്കും. ആൻഡ് മോഡൽ എക്സാം ഉണ്ടാവും. മോഡൽ എക്സാം നടക്കാൻ വേണ്ടി പോകുന്ന സമയം ഫെബ്രുവരി 2nd വീക്ക്. അവസാനമായിട്ട് മെയിൻ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത് മാർച്ച് 1-ാം ശേഷം. മോഡൽ എക്സാം അവിടെ നമ്മൾ മെയിൻ എക്സാമിലേക്ക് ഒരു ഗ്യാപ്പ് പരിശോധിക്കുമ്പോൾ കേവലം ഒരു 5-6 ദിവസം മാത്രമാണ് ഗ്യാപ്പ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയായിരുന്നു പാസ്റ്റ് ഇയേഴ്സിൽ ഉണ്ടായിരുന്നത്. മോഡൽ എക്സാം നമുക്ക് ഏകദേശം അവസാനിക്കുമ്പോൾ ഫെബ്രുവരി മാസം 23-ാം തീയതി ആണെങ്കിൽ 23-ന് ശേഷം ഒരു 5-6 ദിവസത്തിന് ശേഷം നമ്മൾ നമ്മുടെ മെയിൻ എക്സാമിനെ സമീപിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് അവസാന നിമിഷം പഠിക്കുക എന്ന് പറയുന്നത് അത് പ്രാക്ടിക്കലി ഇമ്പോസിബിളായ കാര്യമാണ്. ഓക്കെ, ഇനി സിലബസിലേക്ക് വരാം. സെക്കൻഡ് ടൈം എക്സാം എല്ലാവരുടെയും നമുക്ക് പഠിക്കാൻ വേണ്ടിയുള്ള സമയമായി തുടങ്ങിയെന്ന് കാണുന്ന സമയമാണ് സെക്കൻഡ് ടൈം എക്സാം. സെക്കൻഡ് ടൈം എക്സാമിൻ്റെ സിലബസ് നോക്കുമ്പോൾ അതൊരിക്കലും കുറച്ചല്ല. മാത്സിൻ്റെ സിലബസ് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് മൊത്തം 14 പാഠം പഠിക്കാനുണ്ടെങ്കിൽ 14 പാഠത്തിലെ 12 പാഠമാണ് നിങ്ങൾക്ക് സെക്കൻഡ് ടൈം എക്സാമിന് പഠിക്കാൻ വേണ്ടിയുള്ളത്. അതായത് ഓൾമോസ്റ്റ് ഹോൾ സിലബസ് നിങ്ങൾക്ക് എന്താണ് സെക്കൻഡ് ടൈം എക്സാമിനുണ്ട്. ഇത്രമേൽ സിലബസ് പഠിക്കുമ്പോൾ ആ ഒരു വലിയ പരീക്ഷ നിങ്ങൾക്ക് എന്താണ് ഈസിലി ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണമെങ്കിൽ നിങ്ങൾ പഠനം ഇപ്പോൾ തന്നെ ആരംഭിക്കണം. അല്ലാത്ത പക്ഷം വളരെ പ്രധാനപ്പെട്ട സെക്കൻഡ് ടൈം എക്സാം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും തന്നെയായിരിക്കും. ഇതെല്ലാമാണ് നമ്മുടെ CE മാർക്കിലേക്ക് കൂട്ടുക എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാമായിരിക്കല്ലോ. സോ എല്ലാ മക്കളും ഇപ്പോൾ തന്നെ ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടി പഠനം ആരംഭിക്കണം. നമുക്ക് ചുരുങ്ങിയ ദിവസം മാത്രമാണ് ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടി ബാക്കിയുള്ളത്. മാത്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 പാഠമാണ് ഓണപ്പരീക്ഷയ്ക്ക് എന്തായാലും ഉണ്ടാവുക. ഒന്ന് സെറ്റ്സ്, മറ്റൊന്ന് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, 3ാമത്തെ പാഠം ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ഈ കാണുന്ന ചാപ്റ്റേഴ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 3ാമത്തെ പാഠമായിട്ടുള്ള ട്രിഗണോമെട്രി എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കണം. 2ാമത്തെ പാഠമായിട്ടുള്ള റിലേഷൻസും നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് കാര്യങ്ങൾ കുറച്ച് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുള്ളൂ. ഇനി 2ാമത്തെ പാഠം പഠിക്കണമെങ്കിൽ 1ാമത്തെ പാഠം സെറ്റ്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ അൾട്ടിമേറ്റ്ലി ഞാൻ പറയുമ്പോൾ ഈ 3 പാഠവും പഠിക്കണം. മാത്സ് മാത്രമല്ല, അത് ഏത് വിഷയം പരിശോധിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ പറയുക. എല്ലാ ചാപ്റ്റേഴ്സും ഏറ്റവും ഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾ പോകേണ്ട ഒരു നിമിഷമാണിത്. എക്സാം നമുക്ക് ഹാർഡായിട്ട് വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഓണപരീക്ഷയ്ക്കകത്താണ് ഏറ്റവും അധികം ഹാർഡസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ആ കാണുന്ന ഹാർഡസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ ദെൻ ഗൈസ് വി ക്രാക്ക് ഇറ്റ്. നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞു. ബോർഡ് എക്സാമിന് എത്രമേൽ ഡിഫിക്കൽട്ട് ആയാലും അത് നമ്മളെ ബാധിക്കുന്ന വിഷയമായിരിക്കും. കാരണം ഓണപരീക്ഷയിൽ നമ്മൾ എന്താണ് ഏറ്റവും അധികം ഡിഫിക്കൽട്ടി കണ്ടു കഴിഞ്ഞു. അതിനേക്കാളും ഈസി ആയിരിക്കും എന്തുകൊണ്ട് നമ്മുടെ മെയിൻ എക്സാം എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മാത്രമാണ് ഞാൻ പറയുന്നത്, നമ്മൾക്ക് നമ്മളെ വിലയിരുത്താൻ വേണ്ടിയെങ്കിലും നമ്മൾ പഠിക്കണം. നമ്മൾക്ക് നമ്മളെ വിലയിരുത്തണം. നമ്മൾ എവിടെ നിൽക്കുന്നു. നമ്മൾ സയൻസ് ടീം എടുത്തു കഴിഞ്ഞു. സയൻസ് നമുക്ക് ഓക്കെ അല്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയമാണത്. ഓക്കെ അല്ലെങ്കിൽ നമുക്ക് അവൻ ഓക്കെ ആക്കണം. ഓക്കെ ഗൈസ്, സോ എല്ലാവരും ഓക്കെയാണ്. എല്ലാവരും പഠിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞു. നമ്മൾ ഏറ്റവും ഗംഭീരമായി പഠിക്കാൻ വേണ്ടി പോകുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ഗൈസ് ബൈ, താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം Xylem Learning. താങ്ക് യു.